ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. നമുക്ക് കുറച്ച് വെണ്ടക്കത്തോരൻ റെഡിയാക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ എത്രയോ ഉണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയായ വളരെ ഈസി ആയിട്ട് നല്ലൊരു വെണ്ടക്കത്തോരൻ റെഡിയാക്കിയെടുക്കാം. വെണ്ടക്കത്തോരൻ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ ഞാൻ എടുക്കുന്ന വെണ്ടക്കയുടെ അളവിനനുസരിച്ചിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ 2 വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കാണുന്ന രീതിയിൽ കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലായിടത്തേക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്. അത് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുത്തതാണ്. നിങ്ങൾ എടുക്കുന്ന വെണ്ടക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും മിക്സ് ചെയ്ത ശേഷം നമുക്ക് നുറുക്കി വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നുറുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ വലുപ്പത്തിൽ ഈ സൈസിലാണ് എടുത്തത്. ഇത് നന്നായിട്ട് അതിലേക്ക് ചേർത്ത ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങയും വെണ്ടക്കയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർത്ത് കൊടുക്കാത്തതാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളം തീരെ ചേർത്ത് കൊടുക്കുന്നില്ല. തക്കാളിയിലുള്ള ആ വെള്ളം മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെണ്ടക്ക വെന്ത് കിട്ടുന്നത് വരെ. നല്ല ടേസ്റ്റി ആയൊരു വിഭവമാണിത്. വെണ്ടക്ക കഴിക്കാത്ത കുട്ടികൾ പോലും നല്ല ടേസ്റ്റിൽ കഴിക്കും. കാരണം തേങ്ങയും വെണ്ടക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അവസാനം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല അടിപൊളി വെണ്ടക്കാത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut bomb, tripping on a kuttu pot. In the shop, tripping in Puntup, vibing with the thing, chilling with the jungle.